അപ്പോൾ ഈ PSCയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഒന്ന് കൊണ്ടുവന്നിരുന്നല്ലോ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതിനെ കുറിച്ചൊന്ന് ഈ നമ്മൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എൻ്റെ കാലഘട്ടത്തിൽ 2 തരം സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഉണ്ടായില്ല. കാരണം അടിസ്ഥാനപരമായ അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ ഇത്തരം റിക്രൂട്ട്മെന്റ് സംവിധാനങ്ങളിലൂടെ കടന്നു വരാനുള്ള ഒരു സാധ്യതയും വളരെ വിദൂരമായി അവരെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായി നിലനിൽക്കുന്ന മേഖലയാണ് മത്സ്യത്തൊഴിലാളി മേഖലയും ആദിവാസി മേഖലയും. അത് ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ താമസിക്കുന്ന കൊടും കാട്ടിൽ എത്രയോ മനുഷ്യജീവിതങ്ങൾ ഉണ്ട്. അതിനകത്ത് പുതിയ ചെറുപ്പക്കാരുണ്ട്. അവർക്ക് കുറേശ്ശെ വിദ്യാഭ്യാസം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അവരെ കേരളത്തിൻ്റെ ഉദ്യോഗസ്ഥ ഭരണ മേഖലയിൽ അവരെ പങ്കാളികളാക്കണം. അത് ആ നാട് വികസിക്കും, ഈ കുടുംബത്തിന് ജോലിയും കിട്ടും. അതിൻ്റെ ഭാഗമായി കാട്ടിൽ ചെന്നുകൊണ്ട് അവരെ ഊരുകൾ ചെന്നുകൊണ്ട് അവർക്ക് രേഖകളെല്ലാം സംഘടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപേക്ഷ വാങ്ങി അവർ റിക്രൂട്ട് ചെയ്ത് പോലീസിലും എക്സൈസിലും ആദിവാസി മേഖലയിലുള്ളവർ ഇന്ന് ബൂട്ടണിഞ്ഞുകൊണ്ട് പോലീസ് ഓഫീസർമാരായും എക്സൈസ് ഓഫീസർമാരെയും കാണുമ്പോൾ അതിനെ മുന്നിൽ നിന്ന് നയിച്ചതിൻ്റെ വലിയൊരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. അതൊക്കെ വലിയ സംഭവങ്ങളാണ്. കൂടാതെ നമുക്കറിയാം മത്സ്യമേഖല ഇതേപോലെ തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രത്യേക ജീവിത സാഹചര്യം തന്നെയാണ്. കാരണം പരമ്പരാഗത മത്സ്യത്തൊഴിൽ അവിടെ നിലനിർത്തി പോകുന്നുണ്ട്. അതിൽ നിന്ന് എന്നാൽ അവർ കുട്ടികളൊക്കെ തന്നെ അത്യാവശ്യം പഠിച്ച് വളരുന്ന സാഹചര്യം നിലവിലുണ്ട്. അവർക്ക് പ്രത്യേകമായി ഒരു മത്സ്യഫെഡിലേക്കും മറ്റു ചില ഡിപ്പാർട്ട്മെൻറ്റിലേക്കും റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ മത്സ്യത്തൊഴിലാളികളെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അവരുടെ മക്കൾക്ക് മാത്രമായി നമ്മൾ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തി. അതുവഴി കേരളത്തിലെ മത്സ്യബന്ധന മേഖലയിൽ നിന്ന് പലയിടത്തും പരീക്ഷയിൽ അവർ തമ്മിലുള്ള പരീക്ഷയിൽ പല ഭാഗത്തും പലർക്കും ജോലി കിട്ടുന്ന സംവിധാനം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ട്രാൻസ്ജെൻഡർ എന്നൊരു വ്യത്യാസമില്ലാതെ അവരെ സംബന്ധിച്ചോളം അവരെ ഉൾക്കൊള്ളിച്ചു. ഡിഫറൻ്റ്ലി ഏബിൾഡ് ഉണ്ടായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ നമ്മൾ 3% എന്നത് 4% ഉയർത്തുണ്ടായിട്ടുണ്ട്. അതിൻ്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴി ധാരാളം ഉദ്യോഗാർത്ഥികൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സെറിബ്രൽ പാൾസി, മെൻ്റൽ റിട്ടാർഡേഷൻ അടക്കമുള്ളവർ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ സ്പോർട്സ് കോട്ടയിലുള്ള നിയമനം, പിന്നെ നമ്മൾ 3% ആയിരുന്ന ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് അംഗപരിമിത വിഭാഗങ്ങളുടെ 3%, 4% ഉയർത്തിയിട്ട് റാങ്ക് നമ്പർ 1 നമ്മൾ അതർവൈസ് ഡിഫറൻ്റ്ലി ഏബിൾഡ് DA കാറ്റഗറി, ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിക്കാർക്ക് റാങ്ക് നമ്പർ 1 കൊടുക്കുന്നത് വഴി മറ്റേ ആരായേക്കാളും മുകളിൽ അവർ ആദ്യം നിയമിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഈ അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ഓടിയെത്താൻ കഴിയാത്ത വലിയ ഒരു വിഭാഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് യാത്ര ചെയ്യിപ്പിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് സംവിധാനങ്ങളിലൂടെ ഒരു ബ്യൂറോക്രസിയിലേക്ക് അവരെ കൊണ്ടുവരുന്ന, അവരെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന റിക്രൂട്ട്മെൻറ്റ് സംവിധാനങ്ങൾ മുഴുവൻ നടപ്പിലാക്കാൻ നേതൃത്വം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ PSC എന്നത് ഫുൾ ഫ്ലഡ്ജിൽ നമ്മൾ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു.